അപ്പോൾ ഈ കെയർടേക്കർ എന്ന സിനിമേൻ്റെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. സിനിമയെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 2 മണിക്കൂറിൻ്റെ അടുത്തൊക്കെയാണ് സിനിമേൻ്റെ റൺ ടൈം കണക്കാക്കപ്പെടുന്നത്. പിന്നെ നമ്മുടെ ദിലീപേട്ടൻ്റെ നല്ല രീതിയിലുള്ള കോമാളിത്തരമായ കുറച്ച് ഹ്യൂമർ സെൻസ് സിനിമയിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഉടനീളമായിട്ട്, സിനിമയുടെ ഒടുക്കം മുതൽ അവസാനം വരെ. പിന്നെ നോക്കുകയാണെങ്കിൽ ദിലീപേട്ടൻ തന്നെയാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. ഒരു ഫ്ലാറ്റിൻ്റെ കെയർ ടേക്കറാണ്. ആ രീതിയിലൊക്കെയാണ് സിനിമയിൽ കാണാൻ സാധിക്കുക അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ നമുക്ക് കാണുമ്പോൾ പറയാൻ സാധിക്കും. ഒരു ഓൾഡനായ ഒരു അത്യാവശ്യം നല്ലൊരു വർക്കൗട്ട് ആവാൻ സാധിക്കുന്ന ഒരു ക്യാരക്ടറിനെ ആയിരിക്കും പ്രേക്ഷകർ കണക്ട് ചെയ്യാൻ പറ്റുന്ന. പിന്നെ നോക്കുകയാണെങ്കിൽ സിനിമയിൽ ഇമോഷണലായ 2-3 സീൻസൊക്കെ ഉണ്ട്. പിന്നെ ചിരിക്കാനാണ് സിനിമ ഒരുപാടുള്ളത്. എനിക്ക് പക്ഷേ പേഴ്സണലി 2-3 സീൻസ് എങ്ങാണ്ടാണ് ചിരിക്കാൻ അത്രയ്ക്ക് തോന്നിയത്. ബാക്കിയൊക്കെ ഓക്കെ എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ സാധിക്കും. പിന്നെ നോക്കുകയാണെങ്കിൽ ഒരു CG വർക്ക് സിനിമയിൽ കാണാൻ സാധിക്കുന്നുണ്ട്, ഒരു ആനിമലിൻ്റെ. അതൊക്കെ നല്ല രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. അത്യാവശ്യം മോശം പറയാൻ സാധിക്കത്തില്ല. കാരണം ആനിമലിൻ്റെ കാറ്റഗറിയിൽ നമ്മുടെ ഇന്ത്യൻ ഇൻഡസ്ട്രി തന്നെ വൻ പോക്കാണ്. എന്നാൽ പോലും ചില സിനിമകൾ മാത്രമാണ് അത് ഇപ്പോഴും കറക്റ്റായിട്ട് കൊണ്ടുപോകുന്നത്. പിന്നെ ദിലീപേട്ടനാണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഫാമിലി ആയിട്ട് കുട്ടികളൊക്കെ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ്. അത്യാവശ്യം നല്ലൊരു ജേണർ തന്നെയാണ് അവർ എക്സ്പെക്ട് ചെയ്തിരിക്കുന്നത്, അവർ പ്ലേസ് ചെയ്തിരിക്കുന്നത് സിനിമയിൽ. പിന്നെ ആനിമലായിട്ടുള്ള ഒരു കണക്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. റിംഗ് മാസ്റ്റർ സിനിമേൻ്റെ ചില റെഫറൻസ് ഒക്കെ സിനിമയിലുണ്ട്. പിന്നെ നമുക്ക് പറക്കും തളികയിലെ സിനിമയിലെ ചില റെഫറൻസ്, അങ്ങനെ രീതിയിൽ പല സ്ഥലത്ത് കണക്ട് ചെയ്യാൻ പറ്റുന്ന കുറേ സാധനങ്ങളുണ്ട്. പിന്നെ സിനിമ ഇപ്പോൾ ഓൾമോസ്റ്റ് 10 കോടി കടന്നിരിക്കുകയാണ്. എന്തായാലും ബ്ലോക്ക് ബസ്റ്ററിലോട്ട് എന്തായാലും പോകാൻ സാധിക്കില്ലെങ്കിൽ പോലും ഫ്ലോപ്പിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു ചാൻസ് കാണുന്നുണ്ട് ഈ സിനിമ നോക്കുകയാണെങ്കിൽ. എന്തായാലും ഫാമിലി ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ്. അത്യാവശ്യം നല്ലൊരു ഫീൽ ഗുഡ് രീതിയിൽ തന്നെയാണ് സിനിമേൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ കാണാൻ സാധിക്കുന്നത്. എന്തായാലും കാണാൻ പറ്റുന്നത് കാണുക. ഈ വേനൽ സമയത്ത് നമുക്ക് മൈൻഡ് ഒന്ന് റിഫ്രഷ് ചെയ്യാനായിട്ടുള്ള നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. പിന്നെ ഇപ്പോൾ വരുന്ന പല സിനിമകളും നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പോലും തോന്നത്തില്ല, കാരണം ആ രീതിയിലാണ് സിനിമയുടെ സ്ക്രിപ്റ്റ്സ് ഒക്കെ വരുന്നത്. ഇത് നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന, വൺ ടൈം വാച്ചബിൾ എന്ന പ്രയോറിറ്റി കൊടുക്കാൻ പറ്റുന്ന ഒരു ദിലീപേട്ടൻ സിനിമയാണ്. എന്നാലും ഈ സിനിമ കാണാൻ പോവുക. സിനിമ കണ്ടവരാണെങ്കിൽ അഭിപ്രായം രേഖപ്പെടുത്തുക. കൂടുതൽ സിനിമ അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റോക്ക് സ്റ്റുഡിയോസ് യൂട്യൂബ് ചാനൽ.